channel Unboxing Dude. So guys, ഇക്കക്ക് നമ്മൾ ഇന്നൊരു കിടിലം പ്രാങ്ക് കൊടുക്കാൻ പോവാണ്. കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് ഈ റൂമിൽ ആ പെട്ടിൽ വെച്ചിട്ട് എന്നെ പ്രാങ്ക് ചെയ്തത്. അതുകൊണ്ട് തന്നെ ഇക്കക്ക് ഇന്ന് ഇക്കന്റെ സ്വന്തം റൂം വെച്ച് നമ്മളൊരു കിടിലം പ്രാങ്ക് കൊടുക്കാൻ പോകും. സോ നമ്മൾ ഇക്കക്ക് കൊടുക്കുന്ന പണി എന്താ വെച്ചാൽ നമ്മൾ ഇക്കന്റെ സ്വന്തം സിസ്റ്റത്തിലാണ് ഗൈസ് പണി കൊടുക്കുന്നത്. നീ എന്തേ സംഭവിച്ച ഇക്കക്ക് സഹിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ ഞാൻ വിചാരിച്ചു ചെറുതായി നമുക്ക് ഈ സിസ്റ്റം അങ്ങോട്ട് ഒന്ന് കത്തിച്ചാലോ. സോ സിസ്റ്റം കത്തിക്കണമെങ്കിൽ എനിക്കൊരാൾ വേണം. ആളാണിത്. ഗൈസ്, ഇതാണ് സ്മോക്കർ കേട്ടോ. ഇതെങ്ങനെ ഉപയോഗിക്കേണ്ടത് ഞാൻ നോക്കട്ടെ. അതിൽ എന്തൊക്കെ ബട്ടൺസ് ഉണ്ട്. എന്നിട്ട് വേണം ഈ സ്മോക്കർ വെച്ചിട്ടാണ് നമ്മൾ കത്തിക്കുന്നത്. ഗൈസ്, ഞാൻ ശരിക്കില്ലെങ്ങാൻ ഈ സിസ്റ്റം കത്തിച്ചാൽ എന്റെ റിയാക്ഷൻ എനിക്ക് കാണാൻ കഴിയത്തില്ല. കാണണമെങ്കിൽ ഞാൻ ഈ ഭൂമിയിൽ ഉണ്ടാവണം. അതുകൊണ്ടാണ് നമ്മൾ സ്മോക്കർ യൂസ് ചെയ്ത് സ്മോക്കർ നൈസിൽ ബാക്കിൽ നമ്മൾ ഹൈഡ് ചെയ്ത് വെച്ച് ഞാൻ ഏതും ആ ബട്ടൺ നിൽക്കുമ്പോൾ അപ്പം സ്മോക്ക് വരും. തുടങ്ങിയ രാവിലെ തന്നെ നല്ല ഫിലിമാ സാത്താനെന്തോ. ഞാൻ പറഞ്ഞില്ലേ കേക്ക് സിനിമ കാണും. എനിക്കറിയൊക്കെ രാവിലെ വന്ന് അവിടെ ഇരുന്ന് ഏസിട്ട ഡോർ അടിച്ചിട്ടുണ്ടെങ്കിൽ ഏതേ മൂവി കാണാതിരിക്കുകയാണ്. സോ ഗൈസ്, നമ്മളെ കലാപരിപാടികൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ഫസ്റ്റ് നമുക്ക് ഈ ഫോഗ് എടുത്ത് ബാക്കിൽ വെക്കണം. എന്നിട്ട് ഇത് ഗൈസ്, ഇത് ബട്ടൺ ഓൺ ആയി കിടക്കരുത്. ആദ്യം ഇത് ഓൺ ആണ് ഓഫ് ആണ് മനസ്സിലാവുന്നത്. കണ്ടു. ഫസ്റ്റ് നമുക്ക് ഇവിടുത്തെ ഏതെങ്കിലും ഒരു ഇതിൻ്റെ ആണ്. സോ ഗൈസ്, നമ്മളെ സ്മോക്കറിന്റെ സാധനം ഇവിടെ വെച്ചിരുന്നു. നമുക്ക് ഇതിന്റെ സ്വിച്ച് അങ്ങോട്ട് ഓക്കെ സ്വിച്ച് അങ്ങനെ ഓൺ ആക്കിയാണ്. നമ്മളിതിപ്പോ അൺലോക്ക് ആക്കിയിട്ട് നമ്മൾ ഈ ബട്ടൺ നിൽക്കുമ്പോൾ സ്മോക്ക് വരും. കണ്ടോ, അവിടെ ലൈറ്റ് കത്തുന്നുണ്ട്. സോ ഗൈസ്, നമുക്കിത് വർക്ക് ചെയ്യിപ്പിച്ച് നോക്കാം എങ്ങനെയാണ് ഈ സ്മോക്ക് വരുന്നതെന്ന് കാണിച്ചു തരാം. സോ ഞാൻ ഇത് അൺലോക്ക് നിൽക്കി. സോ ഞാനിത് അൺലോക്ക് ആക്കി. ഇനി നമുക്ക് നമ്മളെ ഈ ബട്ടൺ നിൽക്കാം. ഓ ഗൈസ്, കണ്ടാ വരുന്നത്. അടിപൊളി അടിപൊളി ഗൈസ്, ഇവിടെ ഫുള്ള് സ്മോക്ക് നിറഞ്ഞ്. ഓ ഗൈസ്, നമ്മൾ ലിക്വിഡ് കഴിഞ്ഞിട്ട് അതിൽ കുറച്ചുകൂടി ഒഴിച്ചാൽ മതി. ഓ ഗൈസ്, നിങ്ങൾ ഇതിൽ കാണുന്നുണ്ടോ അറിയില്ല, ഇവിടെ ഫുൾ സ്മോക്ക്. ഇതിപ്പോ എങ്ങനെ കാണിക്കാന്ന് എനിക്ക് അറിയത്തില്ല. ഓ ഗൈസ്, നമ്മൾ ലിക്വിഡ് കഴിഞ്ഞിട്ട് അതിൽ കുറച്ചുകൂടി ഒഴിച്ചാൽ മതി. ഓ ഗൈസ്, നിങ്ങൾ ഇതിൽ കാണുന്നുണ്ടോ അറിയില്ല, ഇവിടെ ഫുൾ സ്മോക്ക്. ഇതിപ്പോ എങ്ങനെ കാണിക്കാന്ന് എനിക്ക് അറിയത്തില്ല. യോ ഗുഡ് മോർണിംഗ് ഗൈസ്. എല്ലാവർക്കും ഒരു കിടക്കാച്ച് നമ്മളെ ഡ്യൂട്ടി ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പൊ ഞാൻ 3 ദിവസം അടുപ്പിച്ച് ജിമ്മിൽ പോയി. 10 കിലോമീറ്റർ ഡെയിലി കഴിക്കുന്നുണ്ട്. മസിൽസ് ഇങ്ങനെ ഇപ്പൊ വിളക്കാട്ടിലെ ബ്യൂട്ടി എനിക്കാണ് ഗൈസ്. ഒന്നും ഉണ്ടാവില്ല ഗൈസ്. ഞാനൊരു എന്താ പറയാ കുറെ കാലങ്ങളായിട്ട് ഞാൻ ഒരു കിടിക്കാച്ച ഫേസ് വാഷും കാര്യങ്ങളൊക്കെയാണ് യൂസ് ചെയ്തത്. സോ അതുകൊണ്ട് തന്നെ വിളക്കാട്ടി കുറച്ചും കൂടി അല്ല ഗൈസ്, അങ്ങനെ ഞാൻ കുറെ സാധനങ്ങൾ യൂസ് ചെയ്യില്ല. ഞാൻ നമ്മളെ മുസ്താക്കിന്റെ ഒരു കിടിക്കാച്ച ഫേസ് വാഷ് ഉണ്ട്, അതാണ് ഞാൻ യൂസ് ചെയ്യുക പേഴ്സണലി. സോ അതുകൊണ്ട് തന്നെ എന്റെ ഫേസ് എപ്പോഴും ക്ലീൻ ആയിരിക്കും. ബെറ്റർ ദാൻ ദിസ് ഊള ഫേസ്. ഞാൻ എന്താണെന്ന് ജസ്റ്റ് കാണിച്ചത്. ഓക്കെ, നിങ്ങൾക്കും ചിലപ്പോൾ ട്രൈ ചെയ്താൽ അടിപൊളി ഫേസ് ആവും. സോ ഇതാണ് ഞാൻ യൂസ് ചെയ്യുന്ന മുസ്താക്കിന്റെ ഫേസ് വാഷ് ഗൈസ്. ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും റെക്കമെൻഡ് ചെയ്യും. കാരണം എന്താ വെച്ചാൽ ഫസ്റ്റ് തിങ് എന്താണെന്ന് വെച്ചാൽ ഇതിൽ നല്ല ലിക്കറസിന്റെ എക്സ്ട്രാക്ട് ഉണ്ട് മുസ്താക്കിൽ. സോ അതുകൊണ്ട് തന്നെ ഫേസ് എപ്പോഴും നല്ല ബ്രൈറ്റ് ആയിട്ട് നിൽക്കും ഗൈസ്. ഈ മുസ്താക്കിന്റെ ഫേസ് വാഷ് സ്പെഷ്യലി മെയ്ഡ് ഫോർ മെൻസ് റഫ് ആൻഡ് ടഫ് സ്കിന്നാണ്. കാരണം ഇതിൽ മെന്തോ ഉണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ സ്കിൻ എപ്പോഴും കൂളും റിഫ്രഷിംഗ് ആയിരിക്കും. സോ അതുകൊണ്ടാണ് ഇതെന്റെ ഫേവറേറ്റ് ആവാൻ കാരണം. അതുപോലെ തന്നെ സാലിസിലിക് ആസിഡ് ഉണ്ട്. അതുകൊണ്ട് തന്നെ എന്റെ ഫേസിൽ വരുന്ന പിമ്പിൾസ്, ഓയിൽസ്, ആക്നേസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുന്നത് റെഡ്യൂസ് ചെയ്യും. പിന്നെ ഇതിന്റെ ഫ്രാഗ്രൻസ് ഭയങ്കര മാൻലി ആണ്. അതുപോലെ തന്നെ 0 കെമിക്കൽസ് തന്നെ യൂസ് ചെയ്തിരിക്കുന്നത് ഗൈസ്. ഇത് എന്റെ മാത്രം ഫേവറേറ്റ്. അറൗണ്ട് ഫ്ലിപ്കാർട്ടിലൊക്കെ 1.5 ലക്ഷത്തിൽ കൂടുതൽ റിവ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ ഇതിപ്പോ നിങ്ങൾ വാങ്ങണ ഓഫർ അവൈലബിൾ ആണ്. 150 രൂപക്ക് നിങ്ങൾക്ക് ഇങ്ങനത്തെ 2 എണ്ണം വാങ്ങാം. അതായത് ഇങ്ങനത്തെ 2 എണ്ണം വാങ്ങുകയാണെങ്കിൽ വെറും 150 രൂപ മാത്രം കൊടുത്താൽ മതി. അത് ക്രേസി ഡീലാണ്. നമ്മൾ ഇതാക്കണ ആദ്യം ഫേസ് വാഷ് കുറച്ചൊന്ന് കയ്യിലേക്ക് ഇങ്ങനെ എടുക്കുക. കുറച്ചെടുത്താൽ 1 2 നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള മാത്രം എടുക്കുക. എന്നിട്ട് നല്ലോണം ഇങ്ങനെ ടടടടടേന്നാക്കുക. എന്നിട്ട് നമ്മളെ ഫേസിലാക്കണം കറക്റ്റ് എന്താ പറയുക നല്ലൊരു ജെന്റിൽ മസാജോട് കൂടി നിങ്ങൾ ഫേസിൽ മൊത്തം നല്ല ഫേസ് വാഷ് ഇടുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള അത്രയും എടുക്കുക കേട്ടോ. ഞാനിപ്പോൾ കുറച്ച് എടുത്തുള്ളൂ നിങ്ങളെ കാണിച്ചു തരാൻ വേണ്ടിയിട്ട്. ഒരു സർക്കുലർ മോഷനിൽ നിങ്ങൾ ഇതാക്കണം അറൗണ്ട് 1 മിനിറ്റ് ഒക്കെ ജസ്റ്റ് ആക്കിയാൽ മതി. നമ്മൾ വാഷ് ചെയ്യാം.
ലുക്ക് അറ്റ് മീ ഗൈസ്. ഇതൊക്കെ ഫേസ് വാഷ് ചെയ്തപ്പോൾ നമുക്ക് ക്ലീൻ ആയി ഓയിലും കാര്യങ്ങളൊക്കെ പോയി സെറ്റ് ആയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതൊരു മെന്നിന് വേണ്ടിയുള്ള എല്ലാ സാധനങ്ങളും ഈ ഒരു ഫേസ് വാഷിലുണ്ട്. നിങ്ങൾ ഫസ്റ്റ് ടൈം യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എൻ്റെ റിസൾട്ട് ജസ്റ്റ് ഫീൽ. അതുപോലെ തന്നെ ആ ഒരു പാക്കിൽ നിങ്ങൾക്ക് അറൗണ്ട് 45 ദിവസം വരെ യൂസ് ചെയ്യാനുള്ളത് കിട്ടും ഗൈസ്. സെറ്റ് അല്ലേ? സോ ഞാൻ ഡിസ്ക്രിപ്ഷൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. സോ അവിടെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് ഡയറക്റ്റ് ആയിട്ട് വാങ്ങും കഴിയും. ജസ്റ്റ് ബൈ കൊടുത്തു കഴിഞ്ഞാൽ മതി. അത് പ്രോസസ് ചെയ്ത് നിങ്ങൾക്ക് വാങ്ങാം. അറൗണ്ട് ഒരു 3-4 ദിവസം കൊണ്ട് സാധനങ്ങൾ വീട്ടിലെത്തും. നിങ്ങൾ ജസ്റ്റ് 1 ടൈമിൽ ഇതൊന്ന് യൂസ് ചെയ്ത് നോക്കി. എന്നിട്ട് നിങ്ങൾ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ താഴത്ത് കമന്റ് ചെയ്യുക. സോ ഡിസ്ക്രിപ്ഷൻ ലിങ്ക് ഉണ്ട്. ഡോണ്ട് ഫോർഗെറ്റ് ടു ചെക്ക് ഇറ്റ് ഔട്ട്. ഓക്കെ ഗൈസ്, പാവയ്ക്ക് ഒന്നും അറിയത്തില്ല. നോർമലി എല്ലാവരും ചെയ്യുന്ന പോലെ വീഡിയോ എടുത്ത് ഫേസ് വാഷിൻ്റെ ഒക്കെ എടുത്ത് അവിടെ വെച്ച് ഇനിയിപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ ഒരാളെ എഡിറ്റ് ചെയ്യും. പാവയ്ക്കൊക്കെ ഒന്നും അറിയില്ല. ഞാൻ എന്തായാലും ഇനിയിപ്പോൾ മേലെ പോയി ഗെയിം കളിക്കുന്ന പോലെ കളിച്ച് ഇങ്ങനെ വിളിച്ച് വരുത്തിട്ട് ഇക്കൊക്കെ പ്രാങ്ക് കൊടുക്കാനുള്ള ടൈം ആയി. അപ്പോൾ ഗൈസ്, ഞാനിവിടെ ക്യാമറ ഒക്കെ സെറ്റ് ആക്കിയിട്ടുണ്ട്. ക്യാമറ സെറ്റ് ആക്കി ഇനി ഞാൻ പെട്ടെന്ന് നെക്കിട്ടല്ലോ. കാരണം ഈ പുക പോയി കഴിഞ്ഞിട്ട് വിളിച്ചിട്ട് കാര്യമില്ല. അപ്പോൾ ഞാനിപ്പോൾ വേഗം പോയി ആ നെക്കി പുക നിറച്ചിട്ട് വേഗം ഇങ്ങനെ പോയി വിളിക്കും. ഇക്ക് ഞാൻ ഒരുമിച്ച് വരാനുള്ള ഒരു പ്ലാൻ ആണ് കേട്ടോ. അപ്പോഴത്തെ ഞാൻ PC ഓഫ് ആക്കിട്ടോ ഗൈസ്. ഇക്കോടെ കയറുന്ന മുമ്പത്തെ ഞാൻ PC ഒക്കെ ഓഫ് ആക്കിട്ടോ. അവിടെ സ്വിച്ച് ഉണ്ട്, അത് ഓഫ് ആക്കിയാൽ എല്ലാം ഷട്ട് ഡൗൺ ആവും. അങ്ങനെയാണ് പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ ഇക്കനെ പോയി വിളിക്കാമല്ലോ. അതിൻ്റെ മുമ്പ് നമുക്ക് ഇത് സ്മോക്ക് കൂടെ റെഡിയാക്കി. ഓക്കെ, ഫുള്ള് നിറയട്ടെ. ഓ ഗൈസ്, ഫുള്ള് നിറഞ്ഞു. കരിഞ്ഞ സ്മെല്ലാണല്ലോ കുഞ്ഞോളെ. വയറ് കത്തിയാ എടി പുക. നീ എന്ത് ചെയ്യാണ് കുഞ്ഞോളെ? എടി ഞാൻ തൊടാണ്ട് വെച്ച സാധനം കത്തിന്ന് വയറ് കത്തിയത്. അത് മെയിൻ വയറ് കത്തിയാന്ന് തോന്നുന്നേ. എന്താ സ്വിച്ച് ഇട്ടില്ലല്ലോ. നീ പറ്റിക്കാൻ വേണ്ടി സ്മോക്കർ പിന്നീട് ആലോചിച്ച് ഞാൻ ഈ സ്വിച്ച് ഓഫ് ആക്കിയപ്പോ ഈ ലൈറ്റിന്റെ കണക്ഷനും അതിലാണ് കൊടുത്താണ് ലൈറ്റ് ഓഫ് ആയി. അപ്പൊ ധൃതിയില് എന്റെ പൊന്നെ ഒരു നിമിഷത്തേക്ക് ഇത് ഈ സ്മോക്കിന് കത്തിയ മണമുണ്ട്. എന്റെ ഞാൻ വിചാരിച്ചത് എന്തോ കത്തിപ്പോയി. കാരണം ഓൾറെഡി ഒന്ന് രണ്ട് പ്രശ്നങ്ങൾ ഉണ്ട്. PC കൊടുക്കാൻ വിചാരിച്ചിരിക്കായിരുന്നു. ശരിക്കും പറഞ്ഞാൽ പേടിച്ചിട്ട് പിന്നെ എനിക്ക് മനസ്സിലായി എന്താ വെച്ചാല് ഞാൻ ഇതിലും എന്താ പറയാ സ്വിച്ചിലേക്ക് നോക്കിയപ്പോ സ്വിച്ച് ഓഫ് ആണ്. അതുകൊണ്ടാണ് അത് ഓൺ ആവാത്തത്. സത്യം പറഞ്ഞ ആ ഒരു കുറച്ച് നേരത്തേക്ക് ഞാൻ ശരിക്കും ഇവര് ചെയ്തതിൽ വെച്ച് ഏറ്റവും എന്താ പറയാ ഭയാനകമായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം ഇതെന്തോ പറ്റിട്ട് ഞാൻ കിക്ക് ബോക്സ് നാളെ വിളിച്ച് റെഡി ആക്കിയിട്ടുള്ളൂ. ലക്ഷങ്ങളുടെ മുതൽ അങ്ങനെ പോയി വേണം തീർന്നേനെ. കരിഞ്ഞ സ്മെല്ല് ഇതിന്. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഗൈസ്, അടുത്ത വേറെ പ്രാങ്ക് വീഡിയോ ആയിട്ട് തന്നെ കാണാം. ഗൈസ്, പിന്നെ എനിക്ക് പണി തന്നിട്ട് അവള് പോയിട്ടാ. അവളിതാ ഓടി അങ്ങോട്ടോ പോയി. എന്താ ആർക്കറിയാം. നേരെ ഇപ്പൊ ഡ്രസ്സൊക്കെ ഇട്ട് ഓടിപ്പോയി. എന്നോട് ഡ്രോപ്പ് ചെയ്യാൻ പറഞ്ഞപ്പോൾ ഓർമ്മ കാറ് ഇതുവരെ വന്നിട്ടില്ല. ഗൈസ്, നിങ്ങൾ കണ്ടോ അവിടെ ഒരു ഇത് കണ്ടോ, ഒരു അടയാളം കണ്ടില്ല? സോ അതാണ് നമ്മളെ എഞ്ചിന്ന് ലീക്കായ ഓയിൽ ഇട്ടോ. സോ അത്രയും ഒക്കെ ലീക്ക് ആയതുകൊണ്ടാണ് ഞാൻ കൊണ്ട് കാണിച്ചത്. പിന്നെ ഇതിന്റെ വീഡിയോ നമ്മൾ ചെയ്യും. സ്റ്റിൽ ഇവിടെ റെഡി ആയിക്കാണ്ട്. ഇപ്പം വീട്ടിൽ മമ്മി ഇല്ല, ഡ്യൂട്ടി ഇല്ല ഗൈസ്. സോ ഐ ആം അലോൺ. ഗൈസ്, വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യുന്നതിന് മുമ്പേ കുറച്ച് ബ്ലൂപ്പേഴ്സ് ഉണ്ട്. ഞാനെന്താ അവള് ചെയ്ത വീഡിയോ ഞാൻ എഡിറ്റ് ചെയ്യായിരുന്നു. അപ്പോൾ കുറച്ച് കിടക്കാച്ചും ബ്ലൂപ്പേഴ്സ് ഉണ്ട്. സോ ഞാനത് ജസ്റ്റ് ഇതിൽ ആഡ് ചെയ്യുന്നുണ്ട്. അവൾ ചെയ്ത പ്രാങ്ക് ആണെങ്കിൽ ഞാനാണ് എഡിറ്റ് ചെയ്യാറ്. ഇറ്റ്സ് ഫൺ ഗൈസ്. എനിവേ എന്താ പറയുക, പിന്നെ നമ്മളെ മുസ്താക്കിന്റെ പ്രൊഡക്റ്റിന്റെ ലിങ്കും കാര്യങ്ങളും താഴത്തുണ്ട്. ജസ്റ്റ് നിങ്ങൾ ചെക്കൗട്ട് ചെയ്യുക. കിടക്കാച്ച പ്രൊഡക്റ്റ് ആണ്. ഇതുവരെ ഞാൻ വാഷ് ചെയ്തിട്ട് ഇതുവരെ ആയിട്ടും പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നുമില്ല. ഞാനിത് വേറെ വീഡിയോയിലേക്ക് വേണ്ടി വെച്ചായിരുന്നു, പക്ഷേ ഇനിയിപ്പോൾ ഈ വീഡിയോയിൽ ആഡ് ചെയ്ത്. അപ്പം വീഡിയോ ഷോട്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ലിങ്ക് താഴത്തുണ്ടാവും, മറക്കണ്ട. ക്ലിക്ക് ചെയ്ത് ജസ്റ്റ് ട്രൈ ചെയ്തൊക്കെ. സോ ലെറ്റ്സ് ഗോ.
സോ ഗൈസ് നമ്മളെ കലാപരിപാടികൾ പണ്ടറ മലയാളം കിട്ടും നോക്കെ. സോ ഗൈസ് നമ്മളെ കലാപരിപാടികൾ സ്റ്റാർട്ട് ചെയ്യും. റെഡി 1 2 3 സ്റ്റാർട്ട്. ഇല്ല ഞാൻ പറഞ്ഞില്ല, ഡോർ അടിച്ചിരിക്കുക. ഒരു മിനിറ്റ്.